കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, മൂർക്കശംകുന്ന് വായനശാല സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. 13 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് നടക്കും. പാലക്കാട് കൊല്ലംകോട്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 30 സംഭവിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് പാട്ടും വെച്ചിട്ടാണ് വന്നത്. എന്താ സംഭവം? ഒരു വെളിച്ചം മാത്രം അങ്ങനെ മുഖത്ത് അടിച്ചു, അതാ ഓർമ്മയുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ ഓർമ്മയില്ല. ഓർമ്മയില്ല, ആരും ഉറങ്ങിയിട്ടില്ല. ചതിയില് മഴയില്ല. ഇല്ല ഇല്ല ഇല്ല. എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടോ, ലോറിന്റെ വെളിച്ചം ഈ വണ്ടിക്ക് ഇങ്ങനെ അടിച്ചപ്പം എല്ലാവരും ഇതെന്താ ഈ വെളിച്ചം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി, പിന്നെ ചെത്തുവാ കേട്ടത്. പേടിക്കില്ല. പിന്നെ ചേന്ന് വന്ന് അടിച്ചിട്ട് ഈ സാധനം മുഴുവൻ അങ്ങനെ തലയിലൊക്കെ വീഴുമ്പോൾ പിന്നെ പേടിക്കില്ല. വണ്ടി മറിഞ്ഞോ? വണ്ടി മറിഞ്ഞതല്ല, ഇങ്ങനെ തിരിച്ചിട്ട് ആ സാധനങ്ങൾ മേലെ പോകണം. ഡ്രൈവറിൻ്റെ മേലെ വീണ്. ഡ്രൈവറിനെയും കാണാനില്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിനെയും കാണാനില്ല. മഴയും ഇട്ടിട്ട് ഓടാൻ തരമുണ്ട്, ഒക്കെ കൂടി ഒരേ കുട്ടികളുണ്ടായിരുന്നു. CV അനുമോദും ഒപ്പം MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. ആദ്യം അനുമോദിലേക്ക്. ഈ അനുമോദ, അപകടത്തിൽപ്പെട്ടവർ പറയുന്നത് മഴയുണ്ടായിരുന്നു, പെട്ടെന്നൊരു വെളിച്ചം വന്ന് ഇടിച്ചു എന്നുള്ളതാണ്. ഇനി അതെന്താണ്, രാത്രിയാണ്, മഴയത്ത് ഒരു കാഴ്ച പരിമിതിയുടെ പ്രശ്നം കൊണ്ടുണ്ടായ അപകടമായിരിക്കുമോ, അല്ലെങ്കിൽ ഇനി ഉറങ്ങിപ്പോയതാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വ്യക്തത വരുന്നുണ്ടോ? ഇന്നലെ ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വാഹനങ്ങൾ നല്ല വേഗത്തിലായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിന്റെ ഭാഗത്തുള്ള നിഗമനം. ഇത് രണ്ടും അതിനൊപ്പം തന്നെ ഈ വെളിച്ചം മുഖത്തടിച്ചതും വാഹനത്തിന് നിയന്ത്രണം തെറ്റാൻ കാരണമായി എന്ന് വേണം കരുതുവാൻ. ഇതിൽ ടിപ്പർ ഈ ട്രാവലറിലേക്ക് ഇടിച്ചു കയറിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ട്രാവലറിന്റെ ഡ്രൈവർ ഇരുന്ന ഭാഗത്ത് പകുതിയോളം വാഹനം തകർന്ന അവസ്ഥയിലാണ്. വാഹനം ഇടിച്ചു കയറിയാലുള്ള ഒരു അവസ്ഥയാണ് ആ വാഹനത്തിന്റെ ഘടന അപകടം നടന്നതിന് ശേഷം കാണുമ്പോൾ മനസ്സിലാവുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അപകടത്തിന്റെ കാരണം വിലയിരുത്തുവാനാണ് പോലീസിന്റെ ഭാഗത്തുള്ള ശ്രമം. എന്നെങ്കിലും ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. 2 മരണം സ്ഥിരീകരിച്ചു. ഇനിയും 3-ലധികം പേർ അതീവ ഗുരുതരാവസ്ഥയിലുണ്ട്. ഇവരൊക്കെ വാഹനത്തിന്റെ വലതുവശത്ത് ഇരുന്നവരാണ് എന്നാണ് കരുതുന്നത്. എന്നെങ്കിലും ടിപ്പറിലുണ്ടായിരുന്ന 3 പേരും ചികിത്സയിലാണ്. അപകടത്തിന്റെ കാരണം മഴയും അതുപോലെ തന്നെ അമിത വേഗതയുമാണോ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇന്നലെ രാത്രി 1:30 ഈ അപകടം സംഭവിച്ചത്. എൽദോ. ശരി അനുമോദ്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ 5ഓളം പേർക്ക് അവിടെ ചികിത്സയിലുള്ള 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അതിലെന്താണ് വസ്തുത? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? എൽദോ, 2 പേരുടെ മരണമാണ് ആശുപത്രിയിൽ ഇതിനകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഒരു കൊല്ലംകോട് സ്വദേശിനിയായ രമണിയും ഈ ബസിന്റെ ഡ്രൈവറായ രാജേഷ് എന്നയാളുടെയും മരണമാണ് സ്ഥിരീകരിച്ചത്. 21 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആദ്യം പ്രവേശിച്ച ആളുകൾക്കൊപ്പം പിന്നീട് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ആളുകളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ ഒരാൾക്ക് മാത്രമാണ് അല്പം സാരമായ പരിക്കുകളുള്ളത്. മറ്റാരുടെയും ആരോഗ്യനില ഗുരുതരമല്ല, അവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ചില ആളുകൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചത്ര ഒരു വലിയ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആൾനാശത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞതുമാണ് അപകടത്തിന്റെ തോത് കുറച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. എന്നാൽ 2 പേരുടെ ജീവൻ നഷ്ടമായി. മറ്റുള്ളവരുടെ ആരുടെയും ആരോഗ്യനില അത്ര അപകടകരമായ നിലയിൽ അല്ല ഇപ്പോൾ ഉള്ളത്. എന്തോ അനീഷ് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. കാരണം വലിയൊരു അപകടമാണ്, പക്ഷേ 2 പേരുടെ മരണവും സംഭവിച്ചു. പക്ഷേ നമ്മൾ കരുതിയതുപോലെ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ അത് അടിസ്ഥാനമില്ല എന്നാണ് ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് അനീഷ് പറയുന്നത്. അത് ആശ്വാസകരമാണ്. ബാക്കിയുള്ളവർ ആരോഗ്യത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.
MS അനീഷ് കുമാറും CV അനുമോദവുമാണ് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.